ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് തിമിരത്തിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു 10 ദിവസത്തേക്ക് ലീവ്, അതുകൊണ്ട് എനിക്കിന്ന് ഓഫീസിൽ പോകണ്ടല്ലോ. അപ്പം ഞാനും കിയും അമ്മയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ദിവസമാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് വെറും വയറ്റിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മീൻസ് ഈ ഗുളിക, വെള്ളം, അപ്പം എനിക്ക് വെറും വയറ്റിൽ വെള്ളമൊക്കെ കുടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു കോഫിയോ ചായയോ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ നഷ്ടമാകും. പിന്നെ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് തൂക്കുന്നത് ഷോ കാണിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. ക്യൂ ഇവിടെ എല്ലാം കയറി അലമ്പാക്കുന്നത്, മുറ്റത്ത് കിടക്കുന്ന കരിയില വരെ വീടിനകത്ത് കിടക്കും. ആ പെറുക്കി എല്ലായിടത്തും സൂക്ഷിച്ച് കൊണ്ടുവെക്കും. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം പെറുക്കി വായിലിടും. അങ്ങനെയാണ് എൻ്റെ പുത്രൻ. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാട്ടോ. അവന് ഞാൻ ഈ ആനിമൽസിൻ്റെയൊക്കെ കാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് കാണാൻ വേണ്ടിയിട്ടാണ്ട് അകത്തിരുന്ന കാർഡായി വെളിയിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ കാണുക. അപ്പോഴത്തേക്ക് ഒരാൾ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയാം കേട്ടോ എല്ലാവരോടും. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഗുഡ് മോർണിംഗ് ഒക്കെ അങ്ങനെ. ക്യൂവിന് രാവിലെ എഴുന്നേറ്റ് ഇതൊരു പതിവ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നിന്ന് ഞാൻ വെളിയിൽ നിന്ന് തൂത്തോണ്ട് നിന്നപ്പോഴാണ് ആൾ എഴുന്നേറ്റ് തന്നെ. ഇപ്പോൾ കട്ടിലിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നടന്നിങ്ങി വരും. നമ്മൾ ചെല്ലണമെന്നൊന്നുമില്ല. ആകെ 4 പല്ലുണ്ടാകും. ഞങ്ങൾ തേക്കും കേട്ടോ, ബ്രഷ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കിറുന്ന് സൗണ്ട് ഉണ്ടാകുന്നതൊക്കെ. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ, പല്ല് തേക്കുന്നതും മുഖം കഴുകുന്നതും. ഞങ്ങൾ നാക്കൊക്കെ വടിക്കുന്നത് അങ്ങനെ കേട്ടോ. ഞങ്ങൾ കൈ വെച്ചൊക്കെ തട്ടിയാൽ നാക്കൊക്കെ വൃത്തിയാക്കുന്നത്. ഞങ്ങൾ ഭയങ്കര കാര്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരുക്കവും വൃത്താം. എന്നിട്ട് ഞങ്ങളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പോവാം കേട്ടോ. ക്യൂവിന് ഞാൻ ഏകദേശം ക്യൂവിന് വെള്ളം കൊടുക്കുന്ന പ്രായമായ തൊട്ട് അവനെ എഴുന്നേറ്റ ഉടനെ ഞാൻ വെള്ളം കുടിപ്പിക്കും വെറും വയറ്റിൽ. ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ഭയങ്കര ഗുണമുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഞാൻ തൂത്തോട്ട് നിന്നപ്പോഴാണ് പുള്ളി എണ്ണീറ്റത്. അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചങ്ങെടുത്ത് ഇനി അവൻ തൂക്കാൻ വേണ്ടി പോവാം. അവൻ ഈ ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, എനിക്കൊന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇഷ്ടം. ഞാനൊരു കപ്പ് ചായയൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ വന്നിരുന്നു. ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റം തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ദേ കണ്ടോ, എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റുടനെ എങ്ങനെ ഇത്ര എനർജിയൊക്കെ വരുന്നത്. ഞാനൊക്കെ ആണെന്നെങ്കിൽ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓടി വന്നത് എന്താണെന്നറിയോ, അപ്പുറത്ത് പപ്പ മില്ല് ഓൺ ചെയ്തതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഓടി വന്നതാണ്. പേടിയാണ്. പല്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പല്ലി ചിലക്കരുത്. പല്ലിയെ ചിലച്ചാൽ പേടിയാണ്. ഞങ്ങൾ കുളിച്ച് റെഡിയായി. കുളിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഇട്ടത് ഞങ്ങളെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്ത് പോയി. കൊച്ചുങ്ങളുടെ കുളിസീനിടരുത്, കൊച്ചിൻ്റെ ഇതിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് കൊച്ചിൻ്റെ കുളിസീനൊന്നും ഞങ്ങൾ ഇട്ടില്ല കേട്ടോ. ഞാനൊരു കടി കൊടുത്തത് അവന് വേദനിച്ച് പോയി. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ കണ്ട കരച്ചിലിൻ്റെ ഇത്. പിന്നെ അടുത്ത ചൂലെടുത്ത് എൻ്റെ കൊച്ച്. അടുത്ത ചൂല് ഇത് പുറം തൂക്കുന്ന ഇത്തിരി നല്ല വെയിറ്റുള്ള ചൂലാണ്. ഇതൊക്കെ മതി അവന്. ഇവിടെ എൻ്റെ ആങ്ങളുടെ മോനുണ്ടായിരുന്ന സമയത്ത് ഇതേ പ്രായമായിരുന്നപ്പോൾ ഈ ചൂലും പൊക്കിക്കൊണ്ടാണ് നടന്നിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കൊറിയറുകൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കൊറിയറിൽ ഈ അഡ്രസ്സൊക്കെ എഴുതുമായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ പുത്രൻ അപ്പുറത്ത് വേറെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ് ഞാൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം പോത്തതേ ഉള്ളൂ. ആ ബിസിനസ്സിൻ്റെ റിസൾട്ടാണ് ഈ ഞാനും എൻ്റെ അമ്മയും കൂടി കാണിക്കുന്നത്. നമുക്ക് ഈ ടാങ്ക്യൂൻ്റെ സ്റ്റിക്കറുണ്ടല്ലോ, അതെല്ലാം അഴിച്ചു പറിക്കാൻ എൻ്റെ പുത്രൻ അവിടെ എല്ലാം ഇട്ടേക്കുമായിരുന്നു. ഞാനും അമ്മയും കൂടെ എല്ലാം റെഡി. പിന്നെ എൻ്റെ ടിൻറ്റുമോനെ ഇന്ന് ഞാൻ കുളിപ്പിച്ച്. കാര്യം കുറച്ചായി അവനെ കുളിപ്പിച്ചിട്ട്. അപ്പോൾ അവനെ വൃത്തിയാക്കി. കാരണം ക്യൂ എപ്പോഴും ടിൻറ്റുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം കൊച്ചെൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അവനെ എത്രയും വൃത്തിയാക്കി നിർത്തുള്ളൂ. പിന്നെ ഇത് വൈകിട്ടത്തെ കാഴ്ച കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ എപ്പോഴും വൈകിട്ട് സമയമാണ് കൂടുതലും ക്യൂവിനെ വെളിയിൽ ഇറങ്ങുന്നത്. കാരണം രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. ചെരുപ്പിട്ടുകൊണ്ടൊന്നും നടക്കാൻ അധികം അവന് അറിയാത്തത് കാരണം ഞാൻ ചെരുപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കലും ഇല്ല എവിടെയെങ്കിലും പോകുമ്പോൾ. അല്ലാതെ ആ എടുത്തുകൊണ്ട് നടക്കുന്നത് അവനെ കൊതുക്.
ഏറ്റവും കുശുമ്പുള്ള ഒരുത്തനെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൊച്ചിരുന്ന് തിന്നുകൊണ്ടിരുന്ന മാങ്ങയാ ടിൻഡു എടുത്തുകൊണ്ട് ഓടുന്നത്. ടിൻഡിന് ഭയങ്കര കുശുമ്പ് കേട്ടോ. ഞാൻ കിയുവിനെ സ്നേഹിക്കുന്നതും ഞാൻ കൊഞ്ചിക്കുന്നതും ഒന്നും അവന് ഇഷ്ടമല്ല. കാരണം കിയു വരുന്നതിന് മുമ്പ് ഇപ്പോഴും അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. പക്ഷെ അത് അവന് ഭയങ്കര ജലസാണ്. കിയുവിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട്. കിയുവിൻ്റെ കയ്യിൽ എന്തിരുന്നാലും ഇപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തിരുന്നാലും വന്ന് അടിച്ചുകൊണ്ട് പോകും. പിന്നെ എൻ്റെ കൊച്ചിനൊരു കൊച്ചു സൈക്കിളുണ്ട് കേട്ടോ. അത് അവന് കയറി ഇരുന്ന് ഓടിക്കാൻ അറിയത്തില്ല. ഇനി കുറച്ചുകൂടെ ആകുമ്പോഴല്ലേ അറിയത്തുള്ളൂ. പക്ഷേ ആങ്ങളുടെ മോൻ നന്നായിട്ട് കേട്ടോ ഇത് കയറി ഇരുന്ന് തള്ളിക്കൊണ്ട് നടക്കുന്നത് ഭയങ്കരമായിട്ട്. ഇവൻ ഇങ്ങനെ ഉരുട്ടാനേ അറിയത്തുള്ളൂ. അതിനൊരു പാട്ടൊക്കെ കേൾക്കും കേട്ടോ. ഇങ്ങനെ ഉരുട്ടുന്നതിൻ്റെ കൂടുതൽ പാട്ട് കേൾക്കുന്ന എത്തിയും മെലിഞ്ഞൊക്കെ നോക്കുന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ